നമസ്തേ, എൻ്റെ പേര് ഐമനം അജിത്. പ്രോണോളജിയെ അടിസ്ഥാനമാക്കിയ ന്യൂമറോളജിസ്റ്റാണ്. മറുനാടൻ മലയാളി എന്ന യൂട്യൂബിൻ്റെ ഫൗണ്ടറായ ഷാജൻ സ്കറിയെക്കുറിച്ച് ഇതിനു മുൻപും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അതൊന്നും അത്ര ആരും ശ്രദ്ധിച്ച് കാണത്തില്ല. നമ്മൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വരുമ്പോൾ, ദുരിതം പിടിച്ച് എന്തെങ്കിലും വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു 7 ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള കാര്യത്തിന് അനേകം തെളിവുകൾ, ഇനി ഞാൻ 100 കണക്കിന് തെളിവുകളുമായി നിങ്ങളുടെ മുന്നിൽ വരാം. നിങ്ങൾ ഓർക്കും 7 എന്ന സംഖ്യയെ ഇടിച്ചു താഴ്ത്തിയാണോ എന്ന്. നമുക്ക് ഈ ഷാജൻ സ്കറിയയിലൂടെ നോക്കാം. ഇപ്പോൾ ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ നിഷ്പക്ഷമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ആരോടും നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു മമതയുമില്ല. വസ്തുനിഷ്ഠാപരമായ രീതിയിൽ ഉള്ള അപഗ്രഥനമാണ്. ഈ വീഡിയോ നമ്മുടെ ചാനലൊക്കെ സ്ഥിരം കാണുന്ന ആൾക്കാർ പഠിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചാനൽ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള മറ്റുള്ള രാഷ്ട്രീയ മതപരമായ ചിന്തകളെല്ലാം മാറ്റിവെക്കണം. ഷാജൻ സ്കറിയെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തോട് എനിക്കൊരു വിരോധവുമില്ല. നമുക്ക് ആർക്കും അദ്ദേഹത്തോട് വിരോധം കാണത്തില്ലായിരിക്കാം. കാരണം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ സമയത്ത് രാഷ്ട്രീയമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഷാജൻ സ്കറിയ 13 ലെറ്റേഴ്സാണ് ഉള്ളത്. 13ൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ആ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഗുണമുള്ളൂ. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. 13 സംതിങ് സ്പെഷ്യൽ ദാൻ അതർ നമ്പേഴ്സ്. വേറിട്ട കാഴ്ചപ്പാട്. ഇവർക്ക് എന്തെങ്കിലും അധികാരം വന്നാൽ അവരത് പ്രാബല്യത്തിലാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യും. ഷാജൻ സ്കറിയ അധികാരമൊന്നും കിട്ടിയിട്ടില്ല. ഒരു കേരളത്തിലൊരു മികച്ച യൂട്യൂബർ തന്നെയാണ്. അനേകം വ്യൂവേഴ്സും ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അദ്ദേഹം എന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണത്തെ പറ്റിയാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. അദ്ദേഹം തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണെന്നല്ലേ മറ്റുള്ളവർ പറയുന്നത്. ആയിക്കോട്ടെ, അത് ഓരോ ആൾക്കാരുടെയും കാഴ്ചപ്പാട്. 13 അല്പം ദുരിതം പിടിച്ച നമ്പറാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വാല്യൂ 35 എപ്പോഴും ആപത്താണല്ലോ. കലാപമാണ്, വിപത്താണ്. വിലയ്ക്ക് വാങ്ങും പല കാര്യങ്ങളും 35 വന്നു കഴിഞ്ഞാൽ. പിന്നെ 35നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പറ്റിയല്ല, നമുക്ക് 35 വ്യക്തിയുടെ പേരിൽ നാമസംഖ്യയായിട്ട് വന്നാൽ അവർക്ക് പണത്തിനോടല്പം ആകാംക്ഷ ഉണ്ടാകും. കൈക്കൂലിയൊക്കെ മേടിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാൽ അവർ മേടിച്ചിരിക്കും. അത് 35ൻ്റെ പ്രത്യേകതയാണ്. ഇദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങളുടെ പേരിൽ 35 ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും പേരിൻ്റെ വാല്യൂ 35 വരുന്ന ആൾക്കാരുമായിട്ട് സഹവാസം